ഹലോ ഫ്രണ്ട്സ്. ഇന്നൊരു ഹെൽത്തി ജ്യൂസിൻ്റെ റെസിപ്പിയാണേ. നമ്മുടെ സ്കിന്ന് ഗ്ലോ ആകാനും ബോഡിയൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. തുടർച്ചയായിട്ട് ഒരാഴ്ച കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും. ഈ ജ്യൂസ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരം നല്ല കളർ വെച്ച് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിനും ഒക്കെ ഇത് സഹായിക്കും കേട്ടോ. നമ്മളിതിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, ഹണി ആഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പാല് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു സ്പെഷ്യൽ ജ്യൂസാണ്. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണേ. ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ചെറിയ 3, 4 പീസുണ്ട്. അതിങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് കുഞ്ഞ് സ്ലൈസസ് ആയിട്ട് അതായത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ആ ഒരു വലുപ്പത്തിൽ ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് കുറച്ച് നട്ട്സ് ഞാൻ കാഷ്യൂനട്ട്, ബദാം, പിന്നെ പിസ്ത ഈ 3 നട്ട്സും കൂടെ കുതിർക്കാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. കുതിർക്കാൻ ഇട്ടില്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 ഈന്തപ്പഴമാണ്. ഇതാണ് മധുരം നമുക്ക് നന്നായിട്ട് കിട്ടുന്നത്. ഈന്തപ്പഴം നല്ല ഹെൽത്തിയാണ്. നമ്മൾ ആ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചത് മിക്സിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിഞ്ഞ് കിട്ടണമെങ്കിൽ ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. എങ്കിലേ നന്നായിട്ട് അരിഞ്ഞ് കിട്ടത്തുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് പിസ്ത ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് ആയാലും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 3 കാഷ്യൂനട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബദാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ കുതിർത്ത് വെച്ച ഈന്തപ്പഴം കൂടെ ആഡ് ചെയ്തു. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം കൂടി പോവില്ല, അരിഞ്ഞെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തി ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമല്ലേ. ചിയ സീഡ് ഞാൻ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരാഴ്ച ഇത് രാവിലെയും വൈകിട്ടും കുടിക്കുകയാണെങ്കിൽ നല്ല ബെറ്റർ റിസൾട്ട് ആയിരിക്കും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഹെൽത്തി ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.